മാർച്ച് 23 സുവിശേഷ വഴികളിലൂടെ വിശുദ്ധ യോഹന്നാൻ 12:1-8. ഒരു കടന്നുപോകലിൻ്റെ വഴിയിലാണ് നാം എല്ലാവരും. ഈശോ തൻ്റെ കടന്നുപോകലിന് തൊട്ടു മുമ്പ് ഒരു തൈലാഭിഷേകത്തിന് വിധേയനാകുന്നു. ഈ തൈലാഭിഷേകം രണ്ട് കാര്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സാധാരണ തൈലം പൂശുന്നത് ആനന്ദകരമായ പ്രവൃത്തിയാണ്. സുഗന്ധമുണ്ടാകാനാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഉപയോഗിക്കുന്നത് സംസ്കാരത്തിനാണ്. യഹൂദനെ സംബന്ധിച്ച് സംസ്കാര ശുശ്രൂഷയ്ക്ക് തൈലം പൂശൽ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ തൻ്റെ ജീവിതത്തിൽ തൈലം പൂശുമ്പോൾ സുഖകരമായ ഓർമ്മയായിട്ടല്ല, തൻ്റെ ജീവിതാന്ത്യത്തിന് നൽകപ്പെടുന്ന യാത്രയപ്പായിട്ടാണ് യേശു തിരിച്ചറിയുന്നത്. യൂദാസാണ് തൈലത്തിന് വില നിശ്ചയിക്കുന്നത്. ഇതുണ്ടായിരുന്നെങ്കിൽ എത്രത്തോളം രൂപ കിട്ടിയേനെ എന്ന് ചിന്തിക്കുന്നു. ലോകത്തിൻ്റെ സ്വാഭാവികമായ ചിന്തയാണത്. എന്നാൽ സുഗന്ധ തൈലത്തിൻ്റെ വില ഒരു സ്ത്രീയുടെ ജീവിതകാലം മുഴുവനുമുള്ള അധ്വാനത്തിൻ്റെ ഫലമാണ്. ഒരു തൊഴിലാളിയുടെ ദിവസക്കൂലി കഷ്ടിച്ച് 1 ധനാറയാണ്. ഒരു വർഷത്തെ മൊത്തം വരുമാനമാണ് 300 ധനാറ. കുപ്പിയിലെ ഒരു തുള്ളി പോലും ബാക്കി വയ്ക്കുന്നില്ല.